പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം പഞ്ചായത്ത് എന്നതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിലെ ആദ്യ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. തുടർന്നുള്ളത് തൊട്ടടുത്ത വീഡിയോകൾ വരും. പഞ്ചായത്ത് എന്നത് മുൻഷി പ്രേംചന്ദിന്റെ ഒരു അഫ്സാനയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. മുൻഷി പ്രേംചന്ദ് ഉറുദുവിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. മുൻഷി प्रेमचंद के अफसानों में देही जिंदगी की जीती जागती तस्वीर मिलती है. മുൻഷി പ്രേംചന്ദിന്റെ കഥകളിൽ ഗ്രാമീണ ജീവിതത്തിന്റെ ജീവിക്കുന്ന ഉണർത്തുന്ന ചിത്രങ്ങൾ ലഭിക്കുന്നു. പഞ്ചായത്ത് ഉൻകാ ഏക് മഷ്ഹൂർ അഫ്സാന ഹെ. പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കഥയാണ്. उस जमाने की पंचायत से मुराद एक रिवायती देही या मकामी अदालत है. അക്കാലഘട്ടത്തിലെ പഞ്ചായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പഞ്ചായത്ത് പോലെയുള്ള ഒരു പഞ്ചായത്ത് സംവിധാനമല്ല, മറിച്ച് ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കോടതിയാണ് പഞ്ചായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. जो देहात में इंसाफ फराहम करने के लिए कायम की जाती थी. ഗ്രാമങ്ങളിൽ നീതി നിലനിർത്തുന്നതിന് വേണ്ടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ചേർന്നിരുന്നത്. പഞ്ചായത്ത് ഒരു ഓഫീസല്ല. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ദറസിൽ ഗാവോं के बुजुर्गों या मुअज़्ज़ज़ अफराद पर मुश्तमिल होती थी. പഞ്ചായത്ത് യഥാർത്ഥത്തിൽ ആ ഗ്രാമത്തിലെ കാരണവന്മാരും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളും ഉൾക്കൊള്ളുന്നതായിരുന്നു പഞ്ചായത്ത്. जो आपसी झगड़ों और तनाज़ात को हल करने के लिए मकामी सतह पर फैसले करती थी. പരസ്പരമുള്ള ലഹളകളും വഴക്കുകളും പരിഹരിക്കുന്നതിന് വേണ്ടി പ്രാദേശികമായി നിലനിന്നിരുന്ന, പ്രാദേശികമായി തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് പഞ്ചായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉസ് ദൗർ മേം അക്കാലഘട്ടത്തിൽ സർക്കാരി അദാലത്തോം തക് റസായി മുഷ്കിൽ ഔർ ബഹംഗി ഹോത്തി തി. സർക്കാരുമായി ബന്ധപ്പെട്ട കോടതികളെ സമീപിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഒരുപാട് ബുദ്ധിമുട്ടുകളും ചിലവുകളും ഉണ്ടായിരുന്നു. इसलिए ज्यादातर लोग अपने मामलात को पंचायत के जरिए हल किया जाते थे. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതികളുമായി ബന്ധപ്പെട്ടാൻ ആ കാലഘട്ടത്തിൽ നല്ല ചെലവുണ്ടായിരുന്നു. അതിന്റെ പ്രൊസീജിയേഴ്സ് പ്രയാസമായിരുന്നു എന്നുള്ളത് കൊണ്ട് പ്രാദേശികമായി ഗ്രാമീണ തലങ്ങളിലുള്ളവർ ആശ്രയിച്ചിരുന്നത് പഞ്ചായത്തിനെയാണ്. इसलिए ज्यादातर लोग अपने मामलात को पंचायत के जरिए हल किया जाते थे. കൂടുതൽ ആളുകളും തങ്ങളുടെ പ്രശ്നങ്ങളെ പഞ്ചായത്ത് മുഖേനയാണ് പരിഹരിച്ചിരുന്നത്. അപ്പൊ നമുക്ക് പഞ്ചായത്ത് കഥയൊന്ന് കേട്ടു നോക്കാം. जुम्मन शेख और अलगू चौधरी में बड़ा याराना था. एक दो दूसरे पर कामिल एतमाद था. जुम्मन जब हज करने गए थे तो अपना घर अलगू को सौंप गए थे और अलगू जब भी कभी बाहर जाते तो जुम्मन पर अपना घर छोड़ देते. जुम्मൻ ഷെയ്ഖും അൽഗു ചൗധരിയും വലിയ കൂട്ടുകാരായിരുന്നു. ബഡായാറാനത്ത് എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടുകാരായിരുന്നു. ഏകോ ദൂസരെ പർ കാമിൽ എത്തിമാദ് ത. ഒരാൾക്ക് മറ്റൊരുത്തനോട് പരിപൂർണമായ വിശ്വാസമായിരുന്നു. ജുമ്മന് ഷെയ്ഖിന് അൽഗുവിനെയും അൽഗുവിന് ജുമ്മനെയും വലിയ എഴുത്തിമാദായിരുന്നു, വിശ്വാസമായിരുന്നു. ജുമ്മൻ
जब हज करने गए थे, जुम्मन ഹജ്ജിനൊക്കെ പോവുകയാണെങ്കിൽ अपने घर अलगू को സൂമ്പ് गए थे. തന്റെ വീടിന്റെ ചാവി തന്റെ വീട് പൂർണ്ണമായും ആരേൽപ്പിക്കും? അൽഗുവിനെ ഏൽപ്പിക്കും. അൽഗു പുറത്തേക്ക് പോവുകയാണെങ്കിൽ അൽഗു തന്റെ വീടിന്റെ ചാവി ജുമ്മൻ ഷെയ്ഖിന്റെ അടുത്ത് ഏൽപ്പിക്കുമായിരുന്നു. शेख जुम्मन की एक बूढ़ी बेवा खाला थी. ജുമ്മൻ ഷെയ്ഖിന് ഒരു വിധവയായ വയസ്സായ ഒരു അമ്മായി ഉണ്ടായിരുന്നു. ഉൻകെ പാസ് തോടി സി മിൽക്കിയത്ത് തി. അവരുടെ അടുത്ത് കുഴപ്പമില്ലാത്ത കുറച്ച് സ്വത്തുണ്ടായിരുന്നു. മഗർ ഉൻകാ കോയി വാരിസ് ന ഥ. പക്ഷേ ആ അമ്മായിക്ക് അനന്തരാവകാശികളായി ആരുമില്ലായിരുന്നു. അമ്മായി വിധവയായിരുന്നു, വയസ്സായിരുന്നു, കുറച്ച് പൈസ ഉണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു. പക്ഷെ ആ സ്വത്തിന് അവകാശികളായിട്ട് ആരുമില്ലായിരുന്നു. जुम्मन बहला फसला कर खाला माँ से वो मिल्कियत अपने नाम करारी. ജുമ്മൻ അമ്മായിയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആ സ്വത്തുക്കൾ തന്റെ പേരിൽ അങ്ങോട്ട് എഴുതിച്ചു. जब तक हिब्बानामा पर रजिस्ट्री न हुई थी, खालाजान की खूब खातिरदारियां होती थी. मगर रजिस्ट्री हुई तो खालाजान की खातिरदारियां भी बंद हो गई. രജിസ്ട്രേഷൻ നടക്കുന്നത് വരെ അമ്മായിക്ക് നല്ല പരിചരണമാണ് നൽകിയത്. जब तक हिब्बानामा पर रजिस्ट्री न हुई थी, खालाजान की खूब खातिरदारियां होती थी. നല്ല പരിചരണമാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് വരെയും ജുമ്മൻ ഷെയ്ഖ് ചെയ്തു കൊടുത്തത്. പക്ഷെ രജിസ്ട്രി കഴിഞ്ഞപ്പോ ഖാലാജാൻ കി ഖാത്തർദാരിയാം ബി ബന്ദ് ഹോ ഗയി. ആ അമ്മായിയെ പരിചരിക്കുന്ന കാര്യത്തില് എന്ത് ചെയ്തു? നിലച്ചുപോയി. പരിചരണം നിലച്ചുപോയി. ഏക് റോസ്, ഒരു ദിവസം, ഖാലാജാൻ നെ ജുമ്മൻ സെ കഹ. ഖാലാജാൻ അമ്മായി ജുമ്മനോട് പറഞ്ഞു, ബേട്ടാ തും മുझे റൂപേ ദേ ദിയാ കരോ. ബേട്ടാ മോനെ, എനിക്ക് കുറച്ച് പൈസ എന്തെങ്കിലും തരൂ. മേ അപ്പന അലഗ് പക്കാലോഗി. ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ സ്വത്ത് ഈ എടുത്തോണല്ലോ, അപ്പൊ ഈ കുറച്ച് പൈസ വേണ്ട. ഈ പൈസ തന്നാൽ ആ പൈസ ആയിട്ട് ഞാൻ എന്റെ കാര്യം നോക്കിക്കൊള്ളാം. ജുമ്മനെ ബേപർവാഹി സെ ജവാബ് ദിയ. ജുമ്മനെ ബേപർവാഹി സെ ജവാബ് ദിയ. ഒരു ശ്രദ്ധയുമില്ലാതെ ജുമ്മന് മറുപടി പറഞ്ഞു, രൂപിയ ക്യാ യഹാ ഫൽത്താ ഹെ. എന്താ ഇവിടെ ഇങ്ങനെ രൂപ ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ? ഇവിടെ രൂപ പൈസ ഇങ്ങനെ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ ഇവിടെ? ഖാലാജാനെ ഭഗത്കർ കഹ. അപ്പൊ ഖാലാജാൻ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, तो मुझे कुछ नान नमक चाहिए या नहीं. ഖാലാജാൻ ने പഞ്ചായത്ത് की धमकी दी. എന്തെങ്ങനെ ദേഷ്യപ്പെടുത്തുന്നു? നീ എന്തെങ്ങനെ എന്താ അപ്പോ എനിക്കിവിടെ ഉപ്പോ മറ്റു അത്യാവശ്യങ്ങളൊക്കെ വേണ്ട ഇവിടെ? तो मुझे कुछ नान नमक चाहिए या नहीं. എനിക്കിവിടെ നാനോ നമക്കോ ഇതെല്ലാം എനിക്കും ഇവിടെ വേണ്ടേ? ഖാലാജാനെ പഞ്ചായത്ത് കി ധംകി ദി. ഖാലാജാൻ പറഞ്ഞു, ഞാൻ പഞ്ചായത്തിൽ ഈ കാര്യം പറയും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. ജുമ്മൻ ഹസ്സെ ഓർ കഹ. ജുമ്മൻ ചിരിച്ചു. ഓർ കഹ, എന്നിട്ട് പറഞ്ഞു, ഹാ ജറൂർ പഞ്ചായത്ത് കരോ ഫൈസല ഹോ ജായേ. ആ ശരി, തീർച്ചയായും പഞ്ചായത്തല്ലേ, പഞ്ചായത്തിനെ അറിയിച്ചോളൂ. ഫൈസല ഹോ ജായേ, ഇതിലൊരു തീരുമാനമാക്കാമല്ലോ നമുക്ക്. ഷാം കോ ഏക് പേട് കെ നീച്ചെ പഞ്ചായത്ത് ബൈഠി. വൈകുന്നേര സമയം ഒരു മരത്തിന് താഴെ എന്ത് ചെയ്തു? പഞ്ചായത്തിന് വേണ്ടി ഇരുന്നു. പഞ്ചായത്ത് ഇരുന്നു. ഖാലാജാൻ ने हाजरीन को मुखातब करके कहा. അമ്മായി അവിടെ കൂടിയ സന്നിഹിതരായവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, पंचो आज 3 साल हुए मैंने अपनी सब जायदाद अपने भांजे जुम्मन के नाम लिख दी थी. जुम्मन ने मुझे जिंदगी भर रोटी कपड़ा देने का वादा किया था.
അമ്മ ഇങ്ങനെ വിളിച്ചുകൂടിയവരോട് പറഞ്ഞു, എന്റെ മക്കളെ, ഏകദേശം 3 വർഷമായി ഞാന് എന്റെ സ്വത്തുക്കൾ ജുമ്മന് അവന്റെ പേരിൽ എഴുതി കൊടുത്തു. എന്നെ അവൻ ജീവിതകാലം മുഴുവൻ അന്നവും വസ്ത്രവും തന്ന് സംരക്ഷിക്കാം എന്ന് വാദാക്കിയാത്ത വാക്ക് തന്നിരുന്നു. എന്നാൽ साल 6 महीने तो मैंने उनके साथ किसी तरह रो धो कर काटे, मगर अब मुझे पेट की रोटियां तक नहीं मिलती. എന്നാലേ 6 മാസായി ഞാന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കാണ്. പക്ഷെ ഇപ്പോൾ എന്റെ വയറ് നിറക്കാൻ വേണ്ടി ഒരു കഷ്ണം റൊട്ടി പോലും അവൻ തരുന്നില്ല. ബേക്കസ് ബേവാഹും, ഞാനൊരു വിധവയാണ്. തും ലോഗ് ജോ റാഹ് നിക്കാൽ ദോ, നിങ്ങൾ എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വഴി കാണിച്ചു തരൂ. ഉസ്രാഹ് പർ ചലോ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏത് വഴിയിലൂടെയാണ് പോവേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് തീരുമാനിക്കണം എന്ന് പഞ്ചായത്തിനോട് പറഞ്ഞപ്പോ റാംധൻ മിശ്ര പോലെ അപ്പോൾ റാംധൻ മിശ്ര പറഞ്ഞു, झुम्मन मियाँ फंज किसे बनाते हो, अभी से तय कर लो. झुമ്മൻ, നീ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ വലിച്ചു നീട്ടുന്നത്? ഇപ്പോഴേ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയ പോലെ. ചുമ്മനെ ദിലേറാന അന്താസ് സേ കഹ, ചുമ്മനെ ധൈര്യത്തോടു കൂടി പറഞ്ഞു, ഖാലാജാൻ ജിസേ ചാഹേ പഞ്ച് ബനായേ, മുझे അസർ നഹി ഹേ. ചുമ്മൻ പറഞ്ഞു, അമ്മായി, ആരെ കൊണ്ട് വേണമെങ്കിലും വിധി പറയിപ്പിച്ചോട്ടെ, അതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല, എതിർപ്പുമില്ല. ഖാലാജാൻ ने कहा, ഖാലാജാൻ പറഞ്ഞു, അൽഗോ ചൗധരി കോ തൂ മാനേഗ, എന്നാൽ ഒരു കാര്യം പറയാം, അൽഗോ ചൗധരിയെ കൊണ്ട് വിധി പറയിപ്പിച്ച നീ അത് കേൾക്കോ? ജുമ്മൻ മസറത്ത് സേ ബാഗ് ഹോ ഗയ, ജുമ്മന് സന്തോഷത്തോടു കൂടി ബാഗ് ഹോ ഗയ, വളരെയധികം സന്തോഷമായി. ആഖിർ അൽഗോ ചൗധരി സർപഞ്ച് ബനെ, അവൻ സമ്മതം മൂളി, സന്തോഷത്തോടുകൂടി സമ്മതം മൂളി. അൽഗോ ചൗധരിനെ ഫർമായ, അങ്ങനെ അൽഗോ ചൗധരിയെ ഇക്കാര്യം ഏൽപ്പിച്ചു. അൽഗോ ചൗധരി പറഞ്ഞു, ഷെയ്ഖ് ചുമ്മൻ ഷെയ്ഖ് ഹേ, ഹം ഓർ തും പുരാനെ ദോസ്ത് ഹേ, നീയും ഞാനും പഴയ കൂട്ടുകാരാണ്. ജബ് ജറൂറത്ത് പടി ഹേ തോ തുംനെ മേരി മദദ് കി ഹെ, എനിക്കെന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. और हमसे भी जो कुछ बन पड़ा है, തിരിച്ചു അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തുമാരി ഖിദ്മത്ത് കർത്തെ ആയേ ഹെ, ഞാന് നിന്നെ സേവിച്ചുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. മഗർ ഉസ് വക്ത്, പക്ഷേ ഈ സമയത്ത്, എന്നാൽ ഈ സമയത്ത്, നത്തും ഹമാരെ ദോസ്ത് ഹോ, നീ ഞങ്ങളുടെ ദോസ്തല്ല. നഹം തുമാരെ ദോസ്ത്, ഞങ്ങൾ നിന്റെ ദോസ്തും അല്ല. ഇൻസാഫ് ആർ ഈമാൻ കാ മുആമല ഹെ, ഇത് നീതിയുടെയും വിശ്വാസത്തിന്റെയും കാര്യമാണ്. ഇക്കാര്യത്തില് നമ്മൾ പഴയ കൂട്ടുകാരാണ് എന്നൊന്നുമില്ല. ഈ കാര്യത്തിൽ ഞാൻ വിധി പറയാൻ നിൽക്കുമ്പോ നീ എന്റെ കൂട്ടുകാരനല്ല, ഞാന് നിന്റെ കൂട്ടുകാരനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരനല്ല. ഇതിപ്പോ ഒരു വിധി പറയാൻ നിൽക്കുമ്പോ അങ്ങനെ കൂട്ടുകാരനാണ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വിധി പറയാൻ പറ്റില്ല. ഇത് നീതിയുടെയും വിശ്വാസത്തിന്റെയും ഇടപാടാണ്, കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അൽഗു ചൗധരി ചുമ്മനോട് പറഞ്ഞു തുടങ്ങുന്നത് എന്തായിരിക്കും എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ശുക്രിയ, ഖുദാ ഹഫീസ്.